നിരപരാധിയായ യുവാവ് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് 35 ദിവസം. നെടുങ്കണ്ടത്ത് താമസിക്കുന്ന ഷമീമാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് ഷമീമിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിയതാണ് ഇയാൾക്ക് വിനയായത്. ദില്ലി സ്വദേശിയായ യുവതിയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കാതിരിക്കാൻ 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നായിരുന്നു കേസ്. കഴിഞ്ഞ വർഷം നവംബർ 22-ന് ഷമീമിനെ നെടുങ്കണ്ടത്ത് നിന്ന് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ് ദൃശ്യങ്ങൾ പകർത്തി ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. കേസിൽ ദില്ലി സ്വദേശി മാനവ് വിഹാരിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നെടുങ്കണ്ടം സ്വദേശിയായ ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന വിദേശ നമ്പറിൽ നിന്ന് യുവതിയെ വിളിക്കുകയും വാട്സാപ്പ് കോൾ ചെയ്യുകയും ചെയ്തെന്നും പണം ആവശ്യപ്പെട്ടെന്നുമായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ്. ചെന്നൈ സ്വദേശിയായ ഷമീം 6 വർഷമായി നെടുങ്കണ്ടത്താണ് താമസിക്കുന്നത്. നെടുങ്കണ്ടത്ത് നിന്നും ഇയാൾ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു. ഈ മൊബൈലിന്റെ IP അഡ്രസ്സിൽ നിന്നാണ് സന്ദേശം അയച്ചത്. അപ്പൊ എന്നോട് ഇവർ പറയുന്നത് വെച്ചാൽ നിന്റെ IP അഡ്രസ്സാണ് ഇതിൽ മാച്ച് ആവുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും, സാറേ ഇത് എന്റെ പേരിന് എടുത്ത മൊബൈൽ അല്ല, ഞാൻ സെക്കൻഡ്സിലാണ് എടുത്തത്, ഞാൻ കടയിൽ നിന്നാണ് എടുത്തത്, എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ ഫോൺ ചിലപ്പോൾ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അഥവാ അത് എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഫോൺ കോളോ വീഡിയോ കോളോ അല്ലെങ്കിൽ ആ പെണ്ണെടുത്ത് ഈ തട്ടിപ്പ് 30 ലക്ഷം തട്ടിപ്പ് എന്തെങ്കിലും കേസ് ഈ ഫോണിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാം ഫോണെല്ലാം ഫുള്ളും പരിശോധിച്ച് നോക്കിയപ്പോൾ അതിന് ഒരു എവിഡൻസ് പോലും അവർ കിട്ടിയിട്ടില്ല. ഇത്തരം സന്ദേശങ്ങൾ ഒന്നും അയച്ചിട്ടില്ലെന്ന നിലപാടിൽ ഷമീം ഉറച്ചുനിന്നതോടെ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയിൽ ഫോണിൽ നിന്നും തെളിവുകൾ ഒന്നും കണ്ടെത്താനായില്ല. ഒപ്പം ഷമീമിന് ഒന്നാം പ്രതിയുമായോ പെൺകുട്ടിയുമായോ ബന്ധം ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകളും ലഭിച്ചില്ല. ഇതോടെയാണ് ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ദില്ലി കോടതിയിൽ അപേക്ഷ നൽകിയത്. എല്ലാം ഓക്കെ, നിങ്ങളുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്, പക്ഷെ ഞങ്ങൾക്ക് പെണ്ണിന്റെ അടുത്ത് നിന്ന് ഒരു മൊഴിയെടുപ്പും കൂടെ ഞങ്ങൾക്ക് ചെയ്തതിന് ശേഷമേ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ 2 സമയം കൊടുത്തിട്ടും ആ പെണ്ണ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ 3ാമത്തെ സമയം കൊടുത്തിരിക്കുക ജനുവരി 10-ന്. ഇപ്പൊ ആ സമയത്തും പെണ്ണ് വന്നില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ നിരപരാധിയാണെന്നുള്ളത് എന്നെ കൊണ്ടുപോയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുകേഷ് കുമാറിനും ബോധ്യമായി നിരപരാധിയാണെന്നുള്ളത്. ഇപ്പൊ എല്ലാവർക്കും നമ്മൾ നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ഇവര് പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ നിന്ന് ജഡ്ജി നമ്മൾ പേപ്പർ തരുന്നില്ല. അതാണ് ഒരു വിഷയം. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞതിനൊപ്പം മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു. ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന ഫോണിന്റെ IP അഡ്രസ് ഉപയോഗിച്ച് സന്ദേശം അയച്ചത് ആരെന്ന് ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജനുവരി 10-ന് കേസ് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ വെറുതെ വിടുമെന്നും ഉണ്ടായ മാനക്കേടുകളെല്ലാം ഇല്ലാതാകുമെന്നുമുള്ള വിശ്വാസത്തിലാണ് ഷമീം ഇപ്പോൾ. അഭിഭാഷകരായ ബിജു P. രാമനും ജോൺ തോമസ് അറക്കലുമാണ് ഷമീമിനായി കോടതിയിൽ ഹാജരായത്.